നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നാകുന്നു. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 കുംഭമാസം 18-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 2-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ വിഷയങ്ങളാണ്. ഇന്ന് തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:44, അസ്തമയം വൈകിട്ട് 6:31. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്ന് തിങ്കളാഴ്ചത്തെ നക്ഷത്രം കാലത്ത് ഉദ്ദേശം 9 മണി വരെ, 8:50 വരെ ആയില്യം നക്ഷത്രവും, അത് കഴിഞ്ഞാൽ മകം നക്ഷത്രവുമാകുന്നു. മകം ഒരു ശുഭനക്ഷത്രമാണ്. ആയില്യം ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. മകം ശുഭനക്ഷത്രമാണ്. പക്ഷേ മകം നക്ഷത്രത്തിന് ഒരു ദോഷമുണ്ട്. അത് ഗണ്ടാത നക്ഷത്രമാണ്. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 15 നാഴിക, ദാറ്റ് മീൻസ് 6 മണിക്കൂർ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഗണ്ടാന്തം എന്ന ദോഷമുണ്ട്. അത് വളരെ ദോഷകരമാവുക ഈ നക്ഷത്രങ്ങൾ വരുന്നത് അമാവാസി അടുത്തുള്ള സമീപത്തുള്ള കറുത്ത വാവിന് അടുത്തുള്ള ദിനങ്ങളിൽ വന്നാൽ ഗണ്ടാന്തം വളരെയധികം ദോഷമായി മാറും. ഗണ്ടാന്ത പുഷ്കലേ ജാതോ മാതൃപിതൃ കുലാന്തക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഗണ്ടാന്തങ്ങളിൽ ജനിച്ച കുട്ടി തൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്തകനായി വരും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഈ കാലത്ത് 6 മണിക്കൂർ എന്ന് നാം പറയേണ്ട. ആദ്യത്തെ 3:45 നാഴിക വളരെ ദോഷമാണ്. ഉദ്ദേശം 1.5-1.25 മണിക്കൂർ സമയം വളരെ ദോഷമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് ശുഭമുഹൂർത്തം തരുമ്പോൾ രാഹുകാലം കഴിഞ്ഞ് ഗണ്ടാന്തവും കഴിഞ്ഞുള്ള മുഹൂർത്തമാണ് ഞാൻ നൽകുന്നത്. പിന്നീട് ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ചതുർദശി പൗർണമിക്ക് തൊട്ടുള്ള സമയമാണ്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ പൗർണമി തുടരും. പക്ഷെ ബുദ്ധിമുട്ട്, ഒരു ഒഴിഞ്ഞ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ് ചതുർദശി. അങ്ങനെയുള്ള 3 തിഥികളുണ്ട്: ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14. ഈ തിഥികളൊന്നും തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും സാമ്പത്തികമായ വിഷയത്തിലേക്കും നാം സ്വീകരിക്കാറില്ല. തിഥി എന്താണ്? പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥിയുടെ ശ്രവണമാത്രയിൽ തന്നെ സമ്പത്തുണ്ടാകുന്നു എന്ന് ചുരുക്കം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാനം കാലത്ത് കഴിഞ്ഞു. മകനക്ഷത്രം വരുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും നല്ല ഇന്നത്തെ ദിനം നാഗക്ഷേത്ര ദർശനമാണ്. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം ഇന്നത്തെ ദിനത്തിന് നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. സർപ്പസംബന്ധിയായ പരിഹാരങ്ങളൊക്കെ തന്നെ സന്താന ശ്രേയസ്സിനും സ്വന്തം ആരോഗ്യത്തിനും വളരെ ഗുണമാണ്. രാഹുകേതുക്കളെ പ്രാർത്ഥിക്കുന്നത് ശരീരത്തിലുള്ള കുണ്ടലിനി ശക്തിയെ ഉയർത്തുവാനും നാഡീഞരമ്പുകൾക്ക് ബലപ്പെടുത്തുവാനും വളരെ പര്യാപ്തമാണ്. അതിനാൽ ആ പഞ്ചാക്ഷരി മന്ത്രം ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്താൽ മുഖരിതമാകട്ടെ ഇന്നത്തെ ദിനം. പിന്നീട് ഇന്നത്തെ ശുഭ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇന്ന് 11:45 മുതൽ 12:45 വരെയുള്ള സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.